ഇവിടെ ഇന്നേ 11 മണി വരെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിക്കണമെന്ന് പറഞ്ഞേക്കാ. എല്ലാ ദിവസവും നിക്കണല്ലേ, പിന്നെ എന്തെങ്കിലും എടുത്തു പറയാൻ? അല്ല, നീ വിചാരിക്കും ഞാൻ ഇനി കുടിച്ചോണ്ട് വരുമെന്നുള്ളൊരു ഇതാണ്. പണ്ടത്തെ പരിപാടി എന്തായാലും സെക്യൂരിറ്റി ജോലി കിട്ടിയ ശേഷം നിങ്ങൾ കുടിക്കാറില്ല. എനിക്കറിയാലോ, 11 മണി വരെ ഏകദേശം. പിന്നെ എവിടെ കുടിക്കാം, ഒന്നും കിട്ടത്തില്ല. 10 മണിയാകുമ്പോഴേ അടയ്ക്കത്തില്ലേ ബാറുകളൊക്കെ? 10 അല്ല 11 മണി വരെയൊക്കെ ഉണ്ട്. നല്ല എനിക്ക് തീരുമ്പോ അവിടെ നിന്ന് എല്ലാം ക്ലോസ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് 11 കൂടുതൽ വരും. പിന്നെ പോയി സംസാരിച്ചു. കുട്ടികളൊക്കെ നോക്കിക്കോളണമല്ലോ അല്ലേ? പണ്ട് എങ്ങനെ നടന്ന മനുഷ്യനാണ്, കുടിയും ബഹളമായിട്ട്. ഇപ്പൊ കുഴപ്പമില്ല, സെക്യൂരിറ്റി ജോലി കിട്ടിയോണ്ട് ഇങ്ങനെയെങ്കിലും അങ്ങ് പോകണം. അല്ല, ഇറങ്ങിയപ്പം 11 മണി കഴിഞ്ഞു. പക്ഷെ സർക്കാർ ഒരു ഉപയോഗം ചെയ്തോണ്ട് 2 അടിക്കാൻ പറ്റി. അവിടെ കയറി 2 അടിച്ചല്ലേ. ഞാൻ അവളുടെ പറഞ്ഞ് ഇന്ന് അടിക്കാതെ നോക്കൂല. പക്ഷെ മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. സർക്കാർ 12 മണി വരെ കൊണ്ടുവന്നല്ലോ, ഈ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്തായാലും നമ്മളെ കണക്കുള്ളവർക്ക് വളരെ സഹായമായി സർക്കാർ ചെയ്തൊരു ആ ഒരു പരിപാടി. എന്തായാലും കൊള്ളാം. അങ്ങോട്ട് ചെല്ലട്ടിയേ. ഞാൻ തന്നെ അടി. എന്താടി എനക്ക്? ഞാൻ തന്നെ ഇങ്ങേരുന്ന് 4 കാലില്ല വന്നത്. നിങ്ങൾ എന്ത് മനുഷ്യന്ന് കുടിച്ചിട്ട് വന്നത്? നിങ്ങളടുത്തല്ലേ പറഞ്ഞേ കുടിക്കരുതെന്ന്? എടി, ഞാനും കുടിക്കണ്ടെന്ന് തീരുമാനിച്ചത് തന്നെ. മറ്റേ നമ്മുടെ സർക്കാർ കണ്ടില്ലേ, എനിക്ക് 11 കാലമായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ. 12 മണി വരെ ഓൾറെഡി ബാറ് തുറന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് കുടിച്ചേ പറ്റുള്ളൂ. നീ ഒന്നും ഇന്നത്തെ പൈസ ഇങ്ങെടുത്താണ്. ഇന്നത്തെ പൈസ എന്തായാലും ഡെയിലി വേജസ് അല്ലേ, ഇങ്ങോട്ട് പൈസ എടു. ഇന്നത്തെ പൈസ നിങ്ങൾക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കാറായി, പൈസ എടു. നീ ചുമ്മാ ഇരുന്നാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഉള്ള ചിട്ടിയിലും പാണ്ടത്തിലും എല്ലാം കയറി ആ പൈസ മൊത്തം അടച്ചിന് എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. കൊച്ചിന് നാളെ 1200 രൂപ ഫീസ് അടയ്ക്കണം 2 പേർക്കും കൂടെ. പൈസ എടു, പൈസ എടു. ചുമ്മാ ഇരുന്നാണ്. അത് ബാറിൽ കയറിയ പൈസ തീരുമെന്നുള്ളത് നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് 600 രൂപയാണ് ആവശ്യമില്ലാതെ ബാറിൽ കയറണം. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? രാത്രി സിവിൽ സപ്ലൈ വീടൊക്കെ കിടക്കണുണ്ട്, ആ വീടിന്റെ ജനൽ പോലും ഇട്ടിട്ടില്ല. കുട്ടിയുടെ പാമ്പ് തന്നെ പേടിച്ചാണ് അവിടെ. അതൊക്കെ നമ്മൾ പിന്നെ ഇടും. നീ അത് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാക്കി. ഒരു ദിവസം കുടിക്കണേ എത്ര രൂപ ആവും നിങ്ങൾക്ക്? ഇടി സിവിൽ സപ്ലൈ ആണെങ്കിൽ 200 രൂപയ്ക്ക് 1000 രൂപ തല മയക്കണ ഒരുപാട്. ഇടി പറയണ, നീ ആദ്യം മനസ്സിലാക്ക്. ഞാൻ പറയണത് അങ്ങോട്ട് കേക്ക്. എല്ലാം കേട്ടോണ്ടിരിക്കാം, പാവല്ലേ കേട്ടോണ്ടിരിക്കേ. ഇടി സിവിൽ സപ്ലൈയിലാണെങ്കിൽ 200 രൂപ കൊടുക്കുമ്പോൾ തലയടിക്കുന്ന സാധനങ്ങൾ പുതിയതുണ്ട്, നമ്മളെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. തലയടിക്കുന്ന സാധനങ്ങൾ 200 രൂപയിലങ്ങ് തീരും. എനിക്ക് തല അടിക്കാൻ വേണ്ട, കാലടിക്കാൻ വേണ്ട. എന്റെ കാര്യം ഞാൻ വേണ്ട. നീ നിനക്കപ്പോഴും നിന്റെ കാര്യം, നിന്റെ കുട്ടികളെ കാര്യം മാത്രമല്ലേ നീ നോക്കും. വേറെ ഒരു കാര്യം നിനക്ക് നോക്കാൻ. ഇനി എന്തായാലും കുടിച്ചോണ്ട് വരുന്ന ദിവസം ഈ കതവ് തുറക്കൂല, കഥ അടച്ചിട്ടേക്കും. അതാണ് ഞാൻ കഥ അടച്ചിട്ടേക്കണത്. എന്തായാലും സർക്കാർ കാണുമ്പോഴാണ് പോയി കിടന്നാ മതി. 11:30 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ 11:30 മണിയായി. അപ്പൊ ആ ബാറ് എന്നുള്ള ബോർഡ് കാണുമ്പോ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. വേറെ 2 അടിച്ചെങ്കിൽ അവിടെ ബാറിന്റെ ഫ്രണ്ടിൽ പോയി കിടന്നാ മതി. ഇനി വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നാളെ പൈസ അങ്ങനെ പറയല്ലേ, അത് മോശം. അങ്ങനെ പറയല്ലേ. എന്നാ ഈ കടങ്ങളും ഈ വീടൊക്കെ ആര് വൃത്തിയാക്കും? നിനക്കുള്ളതാണ് അടിയത്, നിനക്കുള്ളതാണ്. പിന്നെ എനിക്കുള്ളതല്ല, നിന്റേത് മാത്രമാണ് അത്. എന്റേത് മാത്രം തന്നെ. ഇത് എന്ത് നീ വന്നപ്പോ കൊണ്ടുവന്ന ഞാൻ വന്നപ്പോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്തിനു കുടിച്ചു തീർത്തില്ലേ? എന്നിട്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് സഹോദരൻ ഒരു ചെറിയൊരു ഇത് തോന്നിയിട്ട് അവിടെ പോയി ഒരു ജോലി ഒപ്പിച്ചു കൊടുത്തത്. ഇപ്പൊ എനിക്ക് അങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. 11 മണി ആകുമ്പോഴത്തേക്ക് കുടിക്കൂലെന്നുള്ളത്, 11 മണി വരെ ഇങ്ങനെ കുടിക്കാതെ വീട്ടിൽ എത്തുമെന്നുള്ളത്. 12 മണി വരെ ഗവൺമെന്റ് ആക്കി വെച്ചേക്കണം. 12 മണി വരെ കുടിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചേക്കണം. ഇങ്ങനെ എന്തെയും 11 മണിക്ക് വീട്ടിൽ കയറി ഉള്ള പരുവത്തിന് പൊക്കോണ്ടിരുന്നതാണ്. ഇപ്പൊ 12 മണി വരെ ആക്കി വെച്ചേക്കണോണ്ട് അങ്ങേര് 11:15 ഇറങ്ങിയിട്ട് 12 മണിക്ക് കുടിച്ചിട്ട് വന്നു. ഞങ്ങളെ കണക്കുള്ളതുകൊണ്ടാണ് സർക്കാർ ജീവിച്ചു പോണം. നീ അത് ആദ്യം ഓർമ്മിക്കണം, മനസ്സിലായ? ഞങ്ങളെ വരുമാനം ചില്ലറ വരുമാനമല്ല കിട്ടണത്. ഈ കാലന്മാരെ കാരണം ജീവിക്കാനും പാങ്ങില്ലല്ലേ. നീ അങ്ങനെ സർക്കാരെ കുറ്റം പറഞ്ഞ് കളിക്കണ്ട. സർക്കാരിനെ അങ്ങനെ നീ കുറ്റം പറയണേ ഞാനും വെളിയിൽ പോവാൻ. ഇനി സർക്കാരിന്റെ അടുത്ത് കൂടിക്കോ. ഇനി അതിനെ പറ്റിയ ഇവിടെ ഇതിനകത്ത് കയറാൻ പറ്റൂല. എന്തായാലും പോക്ക് കണ്ടില്ലേ കുടിക്കും.